പാർട്ടിയുടെ അംഗമാകാൻ പോലും അൻവറിന് കഴിഞ്ഞിട്ടില്ല. അൻവർ ഒരു വർഗ ബഹുജന സംഘടനകളിലും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയെക്കുറിച്ചോ പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചോ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും PV അൻവറിനില്ല. എല്ലാ കാലത്തും ജനങ്ങളുടെ പരാതിയിൽ സർക്കാർ ഇടപെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അൻവറിന്റെ പരാതിയെ കാണുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പക്ഷെ പരാതി ഉന്നയിച്ച രീതി ശരിയല്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഈ പരാതിയുടെ പകർപ്പ് പാർട്ടിക്ക് നൽകിയതാണ്. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തി. സുജിത് ദാസിനെതിരായ പരാതി വന്നപ്പോൾ DGP അന്വേഷിച്ച് നടപടിയെടുത്തു. സർക്കാരിന് നൽകിയ പരാതിയായതുകൊണ്ട് ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കാം എന്ന ഒരു നിലപാടും പാർട്ടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ആദ്യ പരാതിയിൽ P ശശിക്കെതിരെ പരാമർശം ഉണ്ടായിരുന്നില്ല. പിന്നീട് നൽകിയ പരാതിയിൽ അത് ഉൾപ്പെടുത്തി. താൻ തന്നെ നേരിട്ട് അൻവറിനെ വിളിക്കുകയാണ് ചെയ്തതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അടുത്ത മാസം 3-ന് കാണാൻ വേണ്ടി തീരുമാനിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിലാണ് അച്ചടക്കം ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തിയത്. ഒപ്പം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ളത് മുഹമ്മദ് റിയാസിനെതിരായി, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരായിട്ടെല്ലാം ആക്ഷേപവും തുടർന്നു. ഇങ്ങനെ നിലപാട് പാടില്ല എന്ന് സന്ദേശം നൽകി പാർട്ടി വാർത്താക്കുറിപ്പിറക്കിയിട്ട് പോലും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ട് പോലും അൻവർ ചെയ്തത് അച്ചടക്കം പാലിക്കേണ്ടയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. വളരെ ശക്തമായിട്ടുള്ള സന്ദേശം അൻവറിന് നൽകുന്നു MV ഗോവിന്ദൻ. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ കാലിൽ ചങ്ങല കെട്ടിയിരിക്കുകയാണ്, താനടക്കമുള്ളവർ ചങ്ങല കെട്ടിയിരിക്കുകയാണ് എന്ന് അൻവർ പറഞ്ഞതിനെ പരിഹസിച്ചു MV ഗോവിന്ദൻ. റിയാസിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ CPM നൽകുന്നു. DYFIയിൽ നിന്നാണ് റിയാസ് ഇതുവരെ എത്തിയത്. റിയാസിന് തന്നെയാണ് CPMന്റെ പിന്തുണ. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല എന്ന് അൻവർ പറഞ്ഞതിനെ പോലും പരിഹസിച്ച് തള്ളുകയാണ് CPM ചെയ്തിരിക്കുന്നത്. ഏതായാലും CPIയുടെ നിലപാട്, ADGPക്കെതിരായിട്ടുള്ള പരാതി സംബന്ധിച്ച് CPMന്റെ നിലപാട് ചോദിച്ചപ്പോൾ CPI ബിനോയ് വിശ്വം അല്പം മുൻപ് പറഞ്ഞതിന് MV ഗോവിന്ദൻ പരിപൂർണമായ രീതിയിൽ അംഗീകരിച്ചിട്ടില്ല. രണ്ട് പാർട്ടിയാണല്ലോ CPM-ഉം CPI-ക്കും, അതുകൊണ്ട് തന്നെ രണ്ടഭിപ്രായം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. VV അരുൺ ചേരുന്നു. അരുൺ, അൻവറിനെ പുറത്താക്കുകയാണോ എന്ന് ചോദിച്ചാൽ പുറത്താക്കുന്നു എന്നുള്ളൊരു വാക്ക് പറയുന്നില്ല. പക്ഷേ പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കുന്നു, LDF-ഉമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കുന്നു. ഒരു സ്വതന്ത്ര എന്നല്ല, ചെയ്യരുതാത്തതെല്ലാം അൻവർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇനി മറ്റെന്ത് വ്യാഖ്യാനമാണ്? PV അൻവർ LDF-ന് പുറത്ത് എന്ന് തന്നെ വ്യക്തമായി പറയുന്ന രീതിയിലേക്കായിരുന്നില്ലേ MV ഗോവിന്ദന്റെ വാക്കുകൾ? തീർച്ചയായിട്ടും MV ഗോവിന്ദന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. തെറ്റുതിരുത്തി കൂടെ നിർത്താൻ അൻവറിനെ കൂടെ നിർത്താൻ CPM പാർട്ടി ശ്രമിച്ചു. പക്ഷേ സ്വയം സ്വതന്ത്രമായി നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ പറയുന്ന ഒരാൾ പാർലമെന്ററി പാർട്ടി അംഗത്വം സ്വയം വലിച്ചെറിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അൻവറുമായുള്ള പാർട്ടിയുടെ എല്ലാ ബന്ധവും അവസാനിച്ചു. അതായത് അൻവറുമായുള്ള പാർട്ടി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു CPM. ഇനി അൻവറുമായി ഒത്തുപോകാൻ CPM ഇല്ല. ഒക്ടോബർ 3-ാം തീയതി സംസ്ഥാന സെക്രട്ടറി ചേർന്ന് ഇക്കാര്യം തീരുമാനമെടുക്കുമെന്നാണ് നേരത്തെ നേതാക്കൾ പറഞ്ഞത്. പക്ഷേ അതുവരെ പോലും കാത്തിരിക്കുന്നില്ല. PV അൻവറിനെ CPM പുറന്തള്ളുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അൻവറിൻ്റേത് കോൺഗ്രസ് പാരമ്പര്യമാണ്, അൻവറിൻ്റേത് കോൺഗ്രസ് വഴിയാണ്. ഇനി ഏത് വഴി അൻവർ സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, PV അൻവറും CPM-ഉമായി ഇനി ഒരു ബന്ധവുമില്ല. വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന ഒരു MLA, അതായത് ഒരു സാധാരണഗതിയിൽ ഒരു മുന്നണിക്ക് നിയമസഭയിൽ അംഗബലം കുറയുന്നത് ഒരു മരണമോ അല്ലെങ്കിൽ രാജിയോ ഒക്കെ വരുമ്പോഴാണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ ഇടതുമുന്നണിക്ക് 100 തികയ്ക്കാൻ കാത്തുനിന്ന ഇടതുമുന്നണിക്ക് ഒരു MLA കൂടി നഷ്ടമാകുന്നു. അവരുടെ അംഗസംഖ്യ നിയമസഭയിൽ ചുരുങ്ങുന്നു. PV അൻവറിനെ CPM പുറത്താക്കിയിരിക്കുകയാണ്. PV അൻവറിന് മുന്നിൽ CPM-ന്റെ വാതിലുകൾ കൊട്ടിയടക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പം